Hi friends, ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോഫി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ടോഫി കേക്കിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട ചേർക്കാതെയുള്ള ടോഫി കേക്കാണ്. അപ്പോൾ നമുക്ക് എഗ്ലെസ് ടോഫി കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ മുട്ടയ്ക്ക് പകരമായിട്ട് നമ്മൾ ഈ കേക്കിൽ ചേർക്കുന്നത് ബട്ടർ മിൽക്കാണ്. അപ്പോൾ ബട്ടർ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടുന്നത് വരെ. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് കളറിലുള്ള വാനില എസൻസ് ആണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഡാർക്ക് കളറിലുള്ളതാണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ ഒരു 2 ഡ്രോപ്പ് ബട്ടർ എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ഡ്രോപ്പ് മിൽക്ക് എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ എസൻസും മിൽക്ക് എസൻസും ഒക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു കേക്കിലേക്ക് നമ്മൾ ഇലക്ട്രിക് ബീറ്റർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യമായിട്ട് നമ്മൾ മുട്ട പതപ്പിച്ചെടുക്കാനല്ലേ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ മുട്ട ചേർക്കാത്തത് കൊണ്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. പൊടി ഒന്നിച്ച് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ, 2-3 ബാച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് ഇതുപോലെ മിക്സായി വന്നതിന് ശേഷം അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ മുഴുവൻ പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് ടൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് അല്പം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസാവണം മാവ്. അപ്പോൾ ഞാനിതിലേക്കൊരു 1 ടേബിൾ സ്പൂണ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നി ഞാനിവിടെ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് കൊടുത്ത് ബട്ടർ പേപ്പർ അടിയിലും സൈഡിലൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ കേക്കിന് മുട്ട ചേർക്കുന്ന കേക്കിൻ്റെ അത്രക്ക് ഹൈറ്റ് കിട്ടില്ല കേട്ടോ. നമ്മൾ മുട്ട ചേർത്തിട്ടുള്ള കേക്കാണെങ്കിൽ ഈ ഒരു പാത്രത്തിൻ്റെ ഈ ഒരു കേക്ക് ടിന്നിൻ്റെ ലെവലിൽ തന്നെ ഉണ്ടാവും ബേക്കായി വരുമ്പോൾ. പക്ഷേ ഈ ഒരു കേക്ക് അത്രക്ക് അങ്ങ് പൊങ്ങി വരില്ല മുട്ട ചേർക്കാത്തത് കാരണം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ കേക്ക് അവിടെ റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ടോഫി ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ടോഫി ക്രീമാക്കി എടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ടോഫിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോഫി ക്രീം ഉണ്ടാക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതാണ്. എന്നാലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിന്ന് ഇതുപോലെ കുക്കറിലിട്ട് കൊടുത്തിട്ട് അതിൽ നിറയെ അത് മുങ്ങാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ച് ഫ്ലെയിം ഓണാക്കി ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 30 മിനിറ്റ് വേവിച്ചെടുക്കണം. അങ്ങനെ തയ്യാറാക്കുന്നതാണ് കേട്ടോ ടോഫി. പിന്നെ കുക്കർ കംപ്ലീറ്റ് ആവി പോയതിന് ശേഷമാണ് നമ്മളിത് പുറത്തെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം ടിന്ന് ചൂടാറിയതിന് ശേഷം ഓപ്പൺ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു എക്ലയറിൻ്റെ ആ ഒരു കളറിലും സ്മെല്ലിലും ടേസ്റ്റിലൊക്കെ ഉള്ള ക്രീം നമുക്ക് കിട്ടും. ഇതാണ് ടോഫി. ഇതിൽ നിന്ന് ആവശ്യത്തിന് നമുക്ക് വിപ്പിഡ് ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോഫി ക്രീം.
അപ്പോൾ കേക്ക് ഇവിടെ ബേക്കായി വന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനെ 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അധികം ഹൈറ്റ് ഇല്ലാത്ത കേക്ക് ആയതുകൊണ്ട് തിന്നായിട്ടുള്ള 3 ലെയറാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കേക്ക് ബേസിൽ നടുക്കൽപ്പം ക്രീമാക്കി കൊടുക്കുക, കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിനൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത് കോഫി വെച്ചിട്ടാണ്. ഇനി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇടയിൽ കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും കോഫി വെച്ച് ഇതുപോലെ വെറ്റ് ചെയ്തെടുത്ത് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിനെയും വെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ കേക്കിനെ ഫുള്ളായിട്ടൊന്ന് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. മുട്ട ചേർക്കാത്ത ഈ ഒരു കേക്കിന് ക്രംസൊക്കെ വളരെ കുറവായിരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ക്രം കോട്ടിങ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് കോട്ടിങ്ങിൽ തന്നെ നല്ല തിക്കായിട്ട് ചെയ്താൽ മതി. സൈഡൊക്കെ ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ ഡിസൈനുള്ള ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് തന്നെ സൈഡ് ഒന്ന് റെഡിയാക്കുന്നുണ്ട്. ഇനി കേക്കിന് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി കേക്കിനെ ഫ്രിഡ്ജിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ സെറ്റായതിനു ശേഷം ഞാൻ പേരെഴുതിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് വേർമിസെല്ലിയും കുറച്ച് സിൽവർ കളറിലുള്ള ഷുഗർ ബോൾസും കൂടെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്